നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2015 യുർഗൻ ക്ലോപ്പ് ലിവർപൂളിന്റെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റത്. നമുക്കറിയാം, പിന്നീട് ലിവർപൂളിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ഇക്കാലം അത്രയുമായി ഒരുപാട് കിരീടങ്ങൾ ലിവർപൂളിന് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ലിവർപൂളിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുകയാണ്. ഈ സീസണിന് ശേഷം ലിവർപൂളിനെ പരിശീലിപ്പിക്കാൻ താൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ക്ലോപ്പ് തന്നെ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഈ സീസണിലെ കരബാവോ കപ്പ് അത് ലിവർപൂളാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ചെൽസിയെ അവർ പരാജയപ്പെടുത്തുകയായിരുന്നു. ഇതോടെ ഈ സീസണിൽ കിരീടം സ്വന്തമാക്കിക്കൊണ്ട് ക്ലോപ്പ് പടിയിറങ്ങുകയാണ്. മാത്രമല്ല, ക്ലോപ്പിന് ഒരു ഗംഭീര യാത്രയയപ്പ് നൽകാൻ ലിവർപൂളും അവരുടെ ആരാധകരും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ദി ടെലിഗ്രാഫ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത്, ഒരു ഓപ്പൺ ബസ് പരേഡാണ് ലിവർപൂൾ നടത്തുക. കരബാവോ കപ്പ് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഓപ്പൺ ബസ് പരേഡ് ക്ലബ്ബ് നടത്തുക. പ്രധാനമായും ക്ലോപ്പിന് ഒരു വിടവാങ്ങൽ ചടങ്ങ് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഓപ്പൺ ബസ് പരേഡ് ലിവർപൂൾ സംഘടിപ്പിക്കുക. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഈ സീസണിൽ 3 കിരീട സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. അതായത് പ്രീമിയർ ലീഗ്, FA കപ്പ്, യൂറോപ്പ ലീഗ് എന്നിവയിൽ ലിവർപൂൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇനി ഈ കിരീടങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെങ്കിലും ഓപ്പൺ ബസ് പരേഡ് നടത്താൻ തന്നെയാണ് ഇപ്പോൾ ക്ലബിന്റെ തീരുമാനം. 2019 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ക്ലോപ്പിന് കീഴിൽ ലിവർപൂൾ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റു 2 ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിൽ ലിവർപൂൾ പരാജയപ്പെടുകയായിരുന്നു. കൂടാതെ 97 പോയിന്റ് നേടിക്കൊണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടവും ലിവർപൂൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ പടിയിറക്കം അത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിടവ് തന്നെയായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.